നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി 3:30 പ്രഖ്യാപിക്കും. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കാണ് കോടതി ഇന്ന് സാക്ഷ്യം വഹിച്ചത്. കോടതിയെ മോശമാക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്ന മുന്നറിയിപ്പോടെയാണ് കേസിലെ വാദം തുടങ്ങിയത്. പ്രതികളുടെ ഭാഗം കേൾക്കുന്നതിനിടെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയും ആറാം പ്രതി പ്രദീപും പൊട്ടിക്കരഞ്ഞു. കോടതിയിൽ പൾസർ സുനിയുടെ ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്ന വാദവും കോടതി എതിർത്തു. ബിനിലും അനന്തകൃഷ്ണനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, കോടതിയിൽ അതിനാടകീയമായ സംഭവങ്ങൾ ഉണ്ടായി ഇന്ന് ശിക്ഷയ്ക്ക് മുൻപുള്ള വാദങ്ങൾ കേൾക്കവേ എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ കടുത്ത ശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരത്തിയ വാദങ്ങൾ, ഇളവാവശ്യപ്പെട്ടുകൊണ്ട് പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ എന്തൊക്കെ പറഞ്ഞു കോടതിയിൽ? ബിനിൽ, പ്രജീഷ്, ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇതിൻ്റെ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ട വാദങ്ങളാണ് കോടതിയിൽ നടന്നിരിക്കുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്ന നിലപാട് ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് IPC 376D കൂട്ടമാനഭംഗമടക്കമുള്ള വകുപ്പുകൾ തെളിഞ്ഞിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി ശിക്ഷയിലേക്ക് പോകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ നിരത്തിയിരിക്കുന്നത്. അതായത് ഈ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് നൽകുന്ന അതേ ശിക്ഷ മറ്റ് 5 പ്രതികൾക്കും വേണം. സമാനമായ കൃത്യത്തിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുള്ളവരാണിവർ. അതുകൊണ്ട് ആർക്കും ഇതിൽ ഇളവ് നൽകാൻ പാടില്ല എന്ന ശക്തമായ നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഈ കേസിൽ ജീവപര്യന്തമാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 20 വർഷമാണ്. അപ്പോൾ പരമാവധി ശിക്ഷയിലേക്ക് പോകണം. ആ ശിക്ഷയിൽ തന്നെ ഇളവുണ്ടാകാൻ പാടില്ല എന്ന കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ 14 വർഷം കഴിയുമ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ ഇളവ് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഇതൊരു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ അത്തരത്തിൽ ഒരു ഇളവുകൾക്കും സാധ്യതയില്ല. അത് നേരത്തെ തന്നെ നിയമപ്രകാരമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കേസിൽ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷയായ ജീവപര്യന്തത്തിലേക്ക് പോകണം. അത് യാതൊരുവിധ ഇളവും പാടില്ല, ഒരു കരുണയും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്. ആ ഒരു ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നൊരു ചോദ്യം, ഈ കേസിലെ ഓരോ പ്രതിക്കും ഓരോരോ പങ്കാളിത്തമാണുള്ളത്. 1-ാം പ്രതിയാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരനും ഈ കൃത്യം നിർവഹിച്ചയാളും. മറ്റുള്ള പ്രതികൾ ഇയാൾക്ക് വേണ്ട സഹായങ്ങൾ മാത്രമാണ് ചെയ്തു കൊടുത്തത്. അപ്പോൾ 1-ാം പ്രതിക്ക് നൽകുന്ന അതേ ശിക്ഷ തന്നെ മറ്റുള്ള പ്രതികൾക്ക് നൽകാൻ അവർക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ നൽകിയ മറുപടി എന്ന് പറയുന്നത് പൾസർ സുനിക്ക് മറ്റ് 5 പ്രതികളുടെ സഹായമില്ലാതെ ഈ കൃത്യം നിർവഹിക്കാൻ കഴിയില്ല എന്നതാണ്. A ഇല്ലാതെ B ഇല്ല, B ഇല്ലാതെ C ഇല്ല, C ഇല്ലാതെ D ഇല്ല. ഇതായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. അതായത് ഈ മറ്റ് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ നൽകിയ സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃത്യം നിർവഹിക്കാൻ പൾസർ സുനിക്ക് കഴിഞ്ഞു. ഇവരില്ല എങ്കിൽ ഈ കൃത്യമേ നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ആ പ്രതികൾക്കും സമാനമായ ശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ വാദത്തിനിടയിൽ കോടതി ചില വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാര്യം സമീപ ദിവസങ്ങളിലൊക്കെ ഈ വിധിന്യായം പുറത്തു വന്നതിന് ശേഷം കോടതിക്കെതിരെയും അടക്കം ചില പരാമർശങ്ങളും ചില വിമർശനങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടി ഈ കേസിന്റെ വാദം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അഭിഭാഷകരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി വേണം മുന്നോട്ട് പോകാനെന്ന് കോടതി കൃത്യമായൊരു മുന്നറിയിപ്പാണ് നൽകിയത്. കാരണം കോടതിയെ വ്യക്തിപരമായി ജഡ്ജിയൊക്കെ വിമർശിക്കുന്നത് കോടതി അലക്ഷ്യമാണ്. അത് സുപ്രീം കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകൾക്ക് വിരുദ്ധമാണ്. എല്ലാത്തിനും ഒരു സീമയുണ്ട്, അതിനപ്പുറം പോകരുത്. അത് പോകുന്നത് കൃത്യമായി നടപടിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഇതൊരു മുന്നറിയിപ്പായി തന്നെ കാണണം എന്നൊരു ശക്തമായ നിലപാടാണ് ജഡ്ജി ഹണിയം വർഗീസ് ഈ കേസിലെ വാദത്തിന് മുൻപ് തന്നെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇതിനിടയിൽ പലപ്പോഴും ഈ പ്രോസിക്യൂഷനുമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ കോടതി ഇടപെട്ട് പല ചോദ്യങ്ങളും ഉന്നയിച്ചപ്പോൾ ഇത്തരം ഉയർന്നു വരുന്ന വിമർശനങ്ങളിലെ ചൂണ്ടിക്കൊണ്ട് കോടതി ചില പരാമർശങ്ങളും കൂടി നടത്തിയിട്ടുണ്ട്. അതും ശ്രദ്ധേയമാണ്. കാരണം ഈ കഴിഞ്ഞ 8 വർഷമായി സമൂഹം ഒറ്റക്കെട്ടായി ഈ പരാതിക്കാരിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതായിരുന്നു പ്രോസിക്യൂട്ടർ അജകുമാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചു, സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വേണോ കോടതി വിധിക്കാൻ എന്നൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അപ്പോൾ പ്രോസിക്യൂട്ടർ കൃത്യമായി മറുപടി നൽകി, സമൂഹത്തിന് വേണ്ടിയല്ല, നിയമത്തിന് വേണ്ടി, നിയമത്തിന് അടിസ്ഥാനമായ വിധി മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നതാണ് പറഞ്ഞത്. അപ്പോഴും കൃത്യമായ കാര്യങ്ങൾ കോടതി മുമ്പാകെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന നിലപാടും കോടതിയിൽ പ്രോസിക്യൂഷൻ സ്വീകരിക്കുകയുണ്ടായി. ഇതിൽ പ്രതിഭാഗത്തിന്റെ വാദത്തിലേക്ക് വന്നപ്പോൾ അവർ പലപ്പോഴും ഈ പല ജീവിത സാഹചര്യങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇളവ് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഈ പൾസർ സുനി ഒഴിച്ചുള്ള മറ്റ് പ്രതികളുടെ കാര്യത്തിലാണെങ്കിൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ആൾക്കാരല്ല, 2 മുതൽ 6 വരെ ഉള്ള പ്രതികൾക്ക്
വേണ്ടി നാലാം പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഈ പരാതിക്കാരിയെ നടിയുടെ ശരീരത്തിൽ പോലും തൊട്ടിട്ടില്ല ഈ 2 മുതൽ 6 വരെ പ്രതികൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷ നൽകരുത്, അവർക്ക് ഇളവ് വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. എന്തായാലും 3:30 ആ ശിക്ഷാവിധി കാത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ കൊടും കുറ്റവാളികൾ ആവർത്തിക്കാറുള്ള കാര്യമാണ്. അത് നിയമപരമായി തന്നെ അവരോട് വിധിക്ക് മുൻപ് ഈ കാര്യങ്ങൾ തേടുക എന്നത് കോടതിയുടെ നിയമത്തിന്റെ ഭാഗം കൂടിയാണ്. ഒരു കാര്യം, ഇന്ന് ഇപ്പോൾ വിധി വരുമ്പോൾ ദിലീപിനെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ കുറ്റമുക്തനാക്കിയതിന്റെ കാരണം കൂടി അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയല്ല. അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അപ്പോൾ ഇത്രയധികം പേജുകളുള്ള ഒരു വിധിയിൽ ഈ നടി ഉന്നയിച്ച ആശങ്കകൾ, ഈ മെമ്മറി കാർഡ് അക്സസ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നീട് ഈ പല കാര്യങ്ങളുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയ്ക്കായി ഒക്കെ തന്നെ ഈ പ്രോസിക്യൂഷൻ അതിൻ്റെ സാധ്യതകളും അതിൽ ദിലീപിൻ്റെ പങ്കാളിത്തമടക്കം നേരെ ഈ ട്രയൽ സമയത്ത് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, അതുകൊണ്ട് അതെന്തുകൊണ്ട് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വിധിപ്പകർപ്പിലൂടെ നമുക്ക് കേരളത്തിന് അറിയാൻ കഴിയും, അല്ലേ ബിനിൽ? തീർച്ചയായും നമ്മൾ കാത്തിരിക്കുന്നത് 3:30 ആ ശിക്ഷാ പ്രഖ്യാപനത്തിന് ശേഷം ആ വിധിപ്പകർപ്പ് പുറത്തു വരാനാണ്. ആ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോഴാണ് എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നത് വ്യക്തമാകുകയുള്ളൂ. കോടതി തന്നെ അക്കാര്യം പറഞ്ഞു. ജഡ്ജ്മെന്റ് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാകുമെന്ന് ഇന്ന് കോടതിയും ചൂണ്ടിക്കാണിച്ചു. അതായത് ഈ കേസിൽ എന്തുകൊണ്ട് ദിലീപിനെ വിട്ടയച്ചു, ദിലീപിനെതിരെയായിട്ടുള്ള ഗൂഢാലോചന കുറ്റം എന്തുകൊണ്ട് തെളിഞ്ഞില്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾക്കുള്ള എല്ലാ മറുപടിയും അതിലുണ്ടാകും എന്നത് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ തെറ്റായി പ്രതി ചേർത്ത് തന്നെ കുടുക്കി തനിക്കെതിരെ ഗൂഢാലോചന നടന്നു. ഇതാണിപ്പോൾ ദിലീപ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഈ കുറ്റമുക്തനാക്കി ഈ കോടതിയുടെ മുന്നിലേക്ക് വന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ദിലീപ് ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി. തന്നെയാണ് ഇതിൽ തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. സ്വാഭാവികമായും ദിലീപ് നിയമ നടപടികൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമ നടപടികളിലേക്ക് ദിലീപിന് പോകാൻ കഴിയണമെങ്കിൽ പ്രോസിക്യൂഷനെതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ കോടതിയുടെ വിധിന്യായത്തിലുണ്ടാവണം. ദിലീപ് പ്രതീക്ഷിക്കുന്നത്, ദിലീപ് വിശ്വസിക്കുന്നതും അത്തരത്തിൽ ചില പരാമർശങ്ങൾ കോടതി ഉത്തരവിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ്. അതെന്താണ് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടാകുമോ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തെളിവുകളുടെ ഭാഗമായി എന്തെങ്കിലും അന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഇനി പുറത്തു വരാനുണ്ട്. കാരണം ഈ കേസിലെ ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതി പൂർണ്ണമായും അംഗീകരിച്ച് അതിനുശേഷം നടന്ന 2 തുടരന്വേഷണവും അതിന്മേലുണ്ടായിരിക്കുന്ന തുടരന്വേഷണ റിപ്പോർട്ടുകളും കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നു എന്നതാണ് ഈ ശിക്ഷാ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഇനി പുറത്തു വരാനിരിക്കുന്ന വിധിന്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇത് 1, 2, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വാദപ്രതിവാദങ്ങളായിരിക്കില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. ആ വിധിന്യായം വിപുലമായ വിധിന്യായമാണ്, ആയിരക്കണക്കിന് പേജുകളുള്ള വിധിന്യായമാണ് പുറത്തു വരാനിരിക്കുന്നത്. ആ വിധിന്യായത്തിലെ ഓരോ കാര്യങ്ങളും, ആ പ്രോസിക്യൂഷനെതിരായ കണ്ടെത്തലുകൾ, തെളിവുകൾ സ്വീകരിക്കപ്പെടാതെ പോയത്, ഇതൊക്കെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇതിൽ അപ്പീൽ പോകാൻ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വിപുലമായൊരു ആർഗ്യുമെന്റ്